അപ്പോൾ ഗൈസ്, ഞാൻ ഇന്ന് മൈൻക്രാഫ്റ്റ് ആണ് കളിക്കുന്നത്. നമുക്ക് വീഡിയോയിലോട്ട് കടക്കാം. ഓക്കെ, അപ്പോൾ ഗൈസ്, ദിസ് ഈസ് ദ ഒഫീഷ്യൽ ഹീക്കോ. വെൽക്കം ടു മൈ ചാനൽ. സർ, വേൾഡ് റിവീൽ ചെയ്യുകയാണ്. അതാണ് വീണ്ടും ലാഗ് അടിക്കുന്നത്. ഒരു ഗൈസ്, ഇങ്ങനെ ഇടയ്ക്കൊക്കെ ലാഗ് വരുന്നുണ്ട്, ശ്രദ്ധിക്കേണ്ട. ഇവിടെ ഒത്തിരി സോംബീസ് ഒക്കെ ഉണ്ട്. എനിക്ക് ഞാനൊന്ന് തട്ടിക്കൊണ്ടിട്ട് വേണ്ട, കൊച്ചു സോംബി വരുന്നുണ്ട്. ഇവിടെ ഉണ്ട് ടാപ്പ്. അപ്പോൾ ഗൈസ്, ഞാൻ എൻ്റെ വേൾഡൊക്കെ റിവീൽ ചെയ്യാൻ പോവാണ്. നിങ്ങൾ ഈ അടുത്ത് ഈ കാണുന്നുണ്ട്, ഒരു കാര്യം കാണിച്ചുതരാം. അത് ദൂരം നിൽക്കാം. അതേ കാണുന്നുണ്ടോ? ഇതാണ് എൻ്റെ വില്ലേജ് ട്രേഡ് ഹൗസ്. ഇവിടെയാണ് ഞാൻ വില്ലേജ് ഹൗസുമായിട്ട് ട്രേഡ് ചെയ്യുന്നത്. ഇപ്പം വില്ലേജസ് ഉണ്ട്, എല്ലാവർക്കും വേണ്ട സാധനങ്ങളൊക്കെ കൊടുത്ത് ചെയ്യുന്നുണ്ട്. ഞാനതൊന്ന് പൊളിച്ചുണ്ട്. സോംബീസ് കയറും. ഇവിടെ നിന്നാണ് ഞാൻ മൊത്തം എമറാൾഡ് ഉണ്ടാക്കുന്നതും ഗോൾഡൻ ക്യാരറ്റ് എടുക്കുന്നതും എൻ്റെ ബുക്കൊക്കെ എടുക്കുന്നത്. വേണ്ട വീടിനത് അപ്പം ഞാൻ എന്തിനാ ഇങ്ങോട്ടൊക്കെ വരുന്നത്? എന്താ മൈനിങ് ഏരിയ കാണിക്കാനാണ് ഇത്ര നാൾ നടക്കുന്നത്. അതിനെന്തിനാ വില്ലേജിലോട്ടൊക്കെ പോകുന്നത്? മൈനിങ് ഏരിയ ഇവിടെ ഉണ്ട്, ഞാൻ കാണിച്ചു തരാം. വെറുതെ അങ്ങോട്ടൊക്കെ നടക്കുക. സോ ഇതാണ് ഗൈസ് എൻ്റെ പോണ്ട്. ഞാൻ ഈ കാണുന്നതാണ് എൻ്റെ ഷീപ്പ് ഏരിയ. ഒരു ഷീപ്പ് എന്തി ഇവിടെ സാധനം ഉണ്ടായിരുന്നല്ലോ, എന്ത് ചെയ്യാൻ? എന്തായാലും പോട്ടെ, നമുക്ക് മൈനിങ് ഏരിയ കാണിക്കാം. ഇനി അങ്ങോട്ട് ഒരുപാട് നടക്കാനുണ്ട്. പിന്നെ മൈനിങ് ഏരിയയിൽ ഒത്തിരി ഡയമണ്ട്സ് ഒക്കെ കിട്ടിയിട്ടുണ്ട്. എല്ലാം ഞാൻ വഴിയെ കാണിച്ചു തരാം. പിന്നെ ഒരു വലിയ കേവിൽ നിന്ന് ഞാൻ ഒരുപാട് ലൂട്ടൊക്കെ എടുത്തിട്ടുണ്ട്. ഇനി ഒരുപാട് അങ്ങോട്ട് നടക്കണം. ഞാൻ ഈ വോയിസ് ടൈമിങ് പെട്ടെന്ന് ചെയ്യാൻ നോക്കുകയാണ്. അതുകൊണ്ടാണ് ഞാൻ ചില ഭാഗത്തൊക്കെ മിണ്ടായിരിക്കുന്നത്. അത് ഞാൻ സ്കിപ്പ് ചെയ്യുന്നത്. ഇതെന്തോടി ഇവിടുത്തെ വെള്ളം എന്ത് ഇനി അങ്ങോട്ട് തുടങ്ങണം. പിന്നെ ഈ സമയം കൊണ്ട് ഞാൻ അവിടെ എത്തുന്ന മുന്നേ നിങ്ങൾക്ക് വീഡിയോ ലൈക്ക് അടിക്കാൻ പറ്റും, പിന്നെ കമൻറ്റ് ചെയ്യണം, ഇതിലൊക്കെ ചെയ്യും. സബ്സ്ക്രൈബ് ചെയ്യണം, പ്ലീസ് സപ്പോർട്ട് ചെയ്യണം, പറ്റുന്നത്ര സപ്പോർട്ട് ചെയ്യണം. പിന്നെ ഇപ്പോൾ നമ്മൾ പോകുന്നത് എൻ്റെ എക്സ്പി ഫാർമിലോട്ടാണ്. കണ്ടോ, സോംബീസിൻ്റെ ഫാമാണ്. ഞാൻ ഒരുപാട് എക്സ്പി ചെയ്യുന്നതും ഇത് ഐറ്റംസൊക്കെ മെൻറ്റ് ചെയ്യുന്നതൊക്കെ ഇവിടെ ഉണ്ട്. കണ്ടോ, ഞാൻ ഐറ്റംസൊക്കെ മെൻറ്റ് ചെയ്യും. പിന്നെ അത് ഈ ചെസ്റ്റിൽ വരും. ചെസ്റ്റിൽ നിന്ന് അടുത്തുള്ള ഹോപ്പറിലോട്ടൊക്കെ പോകും.
ഒരു ഹോപ്പറുണ്ട്. ആ ഹോപ്പറിൽ നിന്ന് ചെസ്റ്റ് വീഴും. ആ ചെസ്റ്റിൽ നിന്ന് വേറെ ഹോപ്പറിൽ പോകും. ആ ഹോപ്പറിൽ നിന്ന് ഈ ചെസ്റ്റിലോട്ട് വീഴും. ഞാൻ ഇന്നലെയാണ് പണിതത്. എനിക്കൊരു ഐഡിയ ഉണ്ട് നല്ലോണം കൊല്ലാൻ വേണ്ടിയിട്ട്. ഇനി ഈ ഫേസ് ഒന്ന് നോക്കുകയാണ്. ഇപ്പോൾ ഓക്കെ. ഞാൻ ഓഫ് ക്യാമറ ചെയ്ത് ഒത്തിരി ബെൻഡ് ചെയ്ത് ഓഫ് ക്യാമറ ഞാൻ ബെൻഡ് ചെയ്തിട്ടുണ്ട്. ഇനിയും ഇങ്ങോട്ട് മേലിൽ പോവാം. തിരിച്ച് ബേസിൽ പോകണം. എനിക്ക് ആരോവിൻ്റെ കുറച്ച് പ്രശ്നങ്ങളുണ്ട്. ആരോ എനിക്ക് ഇനിയും വേണം. പിന്നെ എനിക്ക് ഒരു ബോ ഉണ്ടാക്കണം. ബോ ഒക്കെ നമുക്ക് ഉണ്ടാക്കാം, സെറ്റാക്കാം. ഒരുപാട് ഫെദർ വേണം. അതിനെന്തോ മറ്റേ ഗ്രാവലിൽ നിന്ന് കിട്ടുന്ന സാധനം എന്തോ അതിൻ്റെ പേര് ഫ്ലിൻറ്റ്, അത് വേണം. പിന്നെ ഞാൻ ഈ ലാഡർ ഉണ്ടാക്കി വെച്ചിട്ട് കുറച്ച് ഫുഡ് ഞാൻ ഇത് വേസ്റ്റ് ചെയ്തുള്ളിരുന്നു. ഇങ്ങനെ വർക്കാവട്ടെ. ഇത്ര നേരം വർക്കാവുന്നുണ്ടായിരുന്നുണ്ട് എനിക്ക്. ഇപ്പോൾ ഞാൻ റെഡി ആക്കിയിട്ടുണ്ട്. അത് ഇപ്പോൾ കുഴപ്പമില്ല. ഇത് കണ്ടു, ഇപ്പോൾ നല്ല രസമുണ്ട്. കുറച്ച് ലാഡർ കൊണ്ട് ഇത്രയും പൊക്കം കയറാം. ഇനി നമുക്ക് അവിടെ എത്തിയിട്ട് വേണം. അപ്പോൾ ഗൈസ് ഇവിടെ എത്തിയിട്ടുണ്ട്. ഇതൊക്കെയാണ് എൻ്റെ കയ്യിൽ. എനിക്കിവിടെ വെള്ളം ഒഴിക്കണം. ഒഴിച്ച് സീഡൊക്കെ ഒപ്പിച്ച് ഓയിലൊക്കെ എടുത്തുകൊണ്ട് വരണം. കാരണം എനിക്ക് ഒരുപാട് ഫെദറിൻ്റെ ആവശ്യമുണ്ട്. പിന്നെ എൻ്റെ കയ്യിലിരിക്കുന്ന ഗ്രാവലൊക്കെ ഉണ്ട്. ആ ഗ്രാവൽ കൊണ്ട് എനിക്ക് ഫ്ലിൻറ്റ് ഒരുപാട് ഉണ്ടാക്കണം. പിന്നെ അതുകൊണ്ട് സ്റ്റിക്കൊക്കെ എടുത്ത് ഒരുപാട് ആരോ ആക്കിയിട്ട് എനിക്ക് ആരോ ഒക്കെ ആവശ്യമുണ്ട്. കാരണം എൻ്റെ ക്രോസ് ബോയ്ക്ക് ആരോ ഇപ്പോൾ 4 എണ്ണം കൂടെ ഉള്ളൂ. 4 9 അതിലാട്ടെ കുറച്ചേ ഉള്ളൂ. അതുകൊണ്ട് നമ്മളൊരു 2-3 സ്റ്റാക്ക് എടുക്കാനാണ് നമ്മൾ നോക്കുന്നത്.
കൊണ്ട് കോഴിയൊക്കെ ഇറങ്ങിപ്പോന്നു. നീ അവിടേക്ക് പോകണം. അയ്യോ അതുകൊണ്ട് അവിടെയൊക്കെ കൊണ്ട് ഞാൻ പ്ലേസ് ചെയ്തത്. നീ എങ്ങും പോകത്തില്ല. നോക്കിക്കോ, നീ എങ്ങും പോകത്തില്ല. നീ ഒന്ന് മറക്കട്ടെ. എന്നിട്ട് മറ്റേ കോഴിയിലൊന്ന് കയറ്റി ശല്യമായല്ലോ. അതുകൊണ്ടേ ചുമ്മാ സാധനങ്ങളൊക്കെ പ്ലേസ് ചെയ്ത് കളയോ ഞാൻ. വാടാ. ആ കുട്ടിക്കാർ ബ്രോ, ചിക്കി ബ്രോ. നീ ഇവിടെ ഒന്നുകൂടെ ഫീഡ് ചെയ്യട്ടെ. ആ സമയം ഞാൻ കയറും. ആ സമയം കൊണ്ട് കയറട്ടെ. കയറി അതുകൊണ്ട് ഇറങ്ങിപ്പോന്നു. വെട്ട് ഇറങ്ങിപ്പോകാൻ പറ്റിയില്ല. എവിടെ പോകാൻ നോക്കോടെ ഇവന്മാരൊക്കെ. ഇനിയും ഇതൊക്കെ ഒന്നുകൂടെ കവർ ചെയ്യട്ടെ. അയ്യോ അറിയാതെ ക്വിറ്റടിച്ചു പോയി. സോറി ഗൈസ്, ഇത് അബദ്ധം പറ്റിയതാണ്. എനിക്ക് താമസത്ത് കാണും. അപ്പോൾ ഞാൻ തിരിച്ച് ജോയിൻ ആയിട്ടുണ്ട്. അപ്പോഴത്തേന് ഞാൻ ഇതൊക്കെ ഒന്ന് ജോയിൻ ചെയ്തു എന്നിട്ട് ഞാൻ ഓഫ് ക്യാമറയിൽ ഇതൊന്ന് മര്യാദയ്ക്ക് ആക്കി വെച്ച് കോഴിനെ വീണ്ടും കൂട്ടി കയറ്റി. പിന്നെ എൻ്റെ ഷീപ്പിൻ്റെ കാര്യമൊക്കെ ഞാൻ പിന്നെ നോക്കാം. എനിക്കൊരുപാട് സീഡ് എടുക്കണം. ഒരു വാട്ടർ ബക്കറ്റ് വാങ്ങുള്ളൂ. ഞാൻ ഷീൽഡൊക്കെ നോക്കട്ടെ. പിന്നെ ഗൈസ്, എൻ്റെ ഈ വേൾഡിൽ ഞാൻ ഓൾറെഡി എൻ്റർ ഡ്രാഗനൊക്കെ കൊണ്ടിട്ടുണ്ട്. എന്നാലൊന്നും വീഡിയോ എടുക്കണമെന്ന് തോന്നിയില്ല എനിക്ക് വാട്ടർ ബക്കറ്റ് അയൻ്റെ ആവശ്യമുണ്ട്. എനിക്കൊരു വാട്ടർ ബക്കറ്റ് ഇപ്പോൾ ആവശ്യമുണ്ട്. എവിടെ കിട്ടും? എൻ്റെ ഇതുണ്ട്. ഞാൻ നിന്നോട് ഇവിടെയൊക്കെ കയറുന്നേ. ഒന്നും ഇല്ല. എൻ്റെ സ്റ്റോറേജ് ഏരിയ പോട്ടെ. ഇവിടെ വന്നിട്ട് അയൺ എവിടെ ആയിരുന്നു? അതാണ്ട് ഒരു ബക്കറ്റ് ഉണ്ടല്ലോ. ഷീർ എടുക്കണം ഗൈസ്. നമുക്ക് ലീസ് എടുക്കണം. ബ്ലോക്ക് ആയിട്ട് വേണ്ട. ഇപ്പോഴത്തെ നമുക്ക് സീഡ് എടുക്കാൻ നോക്കാം. ബ്ലോക്കൊക്കെ നമുക്ക് പിന്നെ എടുക്കാം. ബ്ലോക്സ് ഒക്കെ ഒപ്പിക്കുന്നുണ്ട്. ടെമ്പററി ബ്ലോക്സ് ഒക്കെ അത്യാവശ്യം എപ്പോഴും. പിന്നെ ചെറുതായിട്ടൊരു പനിയുണ്ട്, കോൾഡ്. അതിൻ്റെ ശബ്ദം നിങ്ങൾക്ക് llega algún día, la sangre estalla y caíste en cornisas y el cuerpo tibio no te deja pensar. Si te gustó no niegues con risas, no hay verdad más grande que digas que a buena racha después a remar. Si te quedas no vengas con listas ni con medidas que corten las risas. Este conteo se va a terminar. La melodía que suena enseguida es el latido que ponen los días y tus canciones se cubren de mar. Si te vas no vuelvas con prisa ni con medidas que corten las risas. Este goteo എന്തോടെ പശുവൊക്കെ കയറിയിരിക്കുന്നു. പശുക്കളൊന്നും ഇവിടെ കാര്യം. ഇവരെയൊക്കെ ഒന്ന് ബ്രീഡ് ചെയ്യണം. ഇനി ഒരുപാട് നേരം എടുക്കും ചെയ്യാൻ. എനിക്ക് ഇവന്മാരൊന്ന് ഗ്രോ ആക്കട്ടെ, വളരട്ടെ.
ഇവന് ഫീഡ് വെച്ചത് എന്താ എനിക്ക് വേണ്ട, നീ ഇത് തിന്നണ്ടാവോ, അവനും തിന്നണ്ട, നീ തിന്നു, നീ വളരെ അമ്മ ഒരുപാട് മുട്ടയൊക്കെ തരണം. അതുകൊണ്ട് വളർന്നവൻ ഒന്ന് കിടന്ന് ഉറങ്ങണം. അപ്പോൾ ഉറങ്ങി പിന്നെ ഞാൻ എഴുന്നേറ്റ് ഓഫ് ക്യാമറയിൽ ഞാനെല്ലാം ചെയ്ത് ഒരുപാട് ഫീഡ് എടുത്തിട്ടുണ്ട്. ഒരുപാട് കഷ്ടപ്പെട്ട് ഇത്രയും ബ്രീഡ് ചെയ്ത് ഇവരെയൊക്കെ ഒന്നുകൂടെ ബ്രീഡ് ചെയ്യട്ടെ, ഫീഡൊക്കെ ഒന്ന് തീർക്കട്ടെ. ഇവന്മാരെല്ലാത്തിനെയും കൊന്നിട്ട് എനിക്ക് ഫെദറെടുക്കണം. കുറച്ച് കോഴികളെ മാത്രം മാറ്റി വെക്കും. എന്തുകൊണ്ട് ഇങ്ങനെ കൂട്ടുമായിട്ടിരിക്കുന്നത്? ഇത് ലാഗ് എന്താണെന്നാ വെളിയിൽ പോയാണോ അന്നെന്നാണ് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. ചാവും. അതൊക്കെ ഒന്ന് കൊല്ലട്ടെ. ഒന്നും സർവൈവ് ആയിട്ടില്ല, എല്ലാം ചാവും. നോക്കോ ഇപ്പോൾ ഒരുപാട് ഫുഡുമായി. ഇനിയിപ്പോൾ 5-6 മാസത്തേക്കിനുള്ള ഫുഡായല്ലോ. അതുകൊണ്ട് എന്തോരം കോഴിയുള്ളത് നോക്കി. 2 സ്റ്റോക്ക് 6 ചിക്കൻ. ഇനി നമുക്ക് ഗ്രാവൽ എടുക്കണം. ഓഫ് ക്യാമറയിൽ പോവാണേ. അതാണ്ട് ഇത്രയും ഗ്രാവലെടുത്ത് എനിക്കൊരു ഐഡിയ ഉണ്ട്. ഞാൻ താഴോട്ട് പൊളിക്കത്തില്ല. എനിക്ക് അതിന് മുന്നേ ML ചെയ്യാൻ പോവാം. ഇതുകൊണ്ടാണേ പ്രോയാ പ്രോ കണ്ടോ ചെയ്ത് എന്തോ പറ്റി? ചത്തില്ലയോ? ഞാൻ ചത്തുന്ന് കണ്ടോടാ. ലെജൻഡിൻ്റെ പവർ കണ്ടോടെ. പിന്നെ നല്ല ഗ്യാസ് ഞാനിത് ടോർച്ച് വെച്ച് ഞാൻ ചെയ്യാൻ പോവാം. ഇതുകൊണ്ട് പെട്ടെന്ന് എല്ലാം പൂത്തെടുക്കാൻ പറ്റും. ആണ് വെളിയും പാടും. ഇങ്ങനെ ഗൈസ് ചിലപ്പോൾ ഒക്കെ ഗ്ലിച്ച് അടിച്ചു പോകാം. എന്താണ് ഒരു ഫ്ലിഞ്ച് പോലും കിട്ടിയില്ലേ? എന്തോ കള്ളക്കളിയോ? മൊജാങ്ക് കള്ളക്കളി. മൊജാങ്ക് ചീറ്റ് ചെയ്തു ഗൈസ്. ചീറ്റി ഗൈസ് വെയിറ്റ് ചെയ്തേ. ഇനി ഞാൻ ഇങ്ങനെയെങ്കിലും ചീറ്റ് നോക്കട്ടെ. ഗൈസ് അങ്ങനെ ചെയ്തിട്ട് ഒന്നും പറ്റുന്നില്ല. ടോർച്ച് വെച്ച് ചെയ്യുന്നത് കളിപ്പീരാണ് ഗൈസ്. അതുകൊണ്ട് ഞാൻ മൈൻ ചെയ്യുന്നതാണ് അതിന്. ഇപ്പോൾ ഞാൻ തനിയെ മൈൻ ചെയ്ത 2 മണിക്കൂറോളം കളഞ്ഞ് ഫ്ലിൻ്റ് എടുക്കാം. പിന്നെ അവിടെ നിങ്ങളെ കാണിച്ചില്ലേ കുറച്ച് ഫ്ലിൻ്റ് ഞാൻ ബാക്കി വെച്ച് അതവിടെ ഇരിക്കട്ടെ. ഞാൻ കാണിച്ചില്ല എത്ര ഫ്ലിൻ്റ് ഉണ്ടെന്ന് ഞാൻ കാണിക്കട്ടെ. അതുകൊണ്ട് ഇവനെ ഒന്ന് കൊല്ലട്ടെ. ഒരു ഫെദറും കൂടെ നമുക്ക് ആവശ്യമുണ്ടായിരുന്നു. നമുക്ക് പൊപ്പിച്ചിട്ടുണ്ട്. ഇനി ക്രാഫ്റ്റ് ചെയ്യണം. ആരോസ് ക്രാഫ്റ്റ് ചെയ്യണം.
എന്തിയുടെ ആരോ എന്തിയുടെ ഇതെന്തോടെ ഷൂട്ടിംഗ് പോസ്റ്റർ. ഇതിൻ്റെ ആരോ സുന്ദി നീ ആരോ എന്തിയോടെ എവിടെ പോയ ആരോ ദാണ്ട് ഇത് മൊത്തം ക്രാഫ്റ്റ് ചെയ്തിട്ട് ഒരുപാട് സ്റ്റിക്കിൻ്റെ ആവശ്യമുണ്ടല്ലോ. സ്റ്റിക്കൊക്കെ ഒന്ന് കളക്ട് ചെയ്തിട്ട് ഇത് നടുക്കോട്ട് വെച്ച് ഫെദർ വെച്ച് ഫ്ലിൻറ്റും കൂടെ വെക്കും. ഇപ്പോൾ ഓക്കെ, ഇത് മൊത്തം ഒന്ന് ക്രാഫ്റ്റ് ചെയ്യണം. എത്ര സ്റ്റാക്ക് കിട്ടും? 1 സ്റ്റാക്കായി, 2 സ്റ്റാക്കായി. ഇനി സ്റ്റിക്കും ബാക്കിയുണ്ടല്ലോ. എല്ലാം ബാക്കിയുണ്ട്, ഇനിയും ചെയ്യാം. എത്ര സ്റ്റാക്കായി? 3 സ്റ്റാക്കായി. 3 സ്റ്റാക്ക് മതി. ഈ ഫെദറും ഇതുമെല്ലാം നമുക്ക് നാളത്തേക്ക് മാറ്റി വെക്കാം. പിന്നെ ഗൈസ് ഇത് കണ്ടോ ഗൈസ്, ഈ ആനിമേഷൻ കണ്ടോ? ഇതൊന്നും അറിയത്തില്ല. അത് ഈ ടെസ്റ്റ് ഈ ഷെയ്ഡറിൻ്റെയാണ്, ഇതങ്ങനെയാണ്. പിന്നെ ഗൈസ് ഞാൻ ഇതൊക്കെ ഒന്ന് മാറ്റി വെക്കട്ടെ. ഇതാണ് എൻ്റെ സ്റ്റോറേജ് ഏരിയ. ഒന്നും ഇല്ല ഇവിടെ. ഇവിടെ വെക്കാം. ടാരോസൊക്കെ ഇവിടെ വെച്ച് ഫെദറും ഫ്ലിൻറ്റും ഇവിടെ ഇരിക്കട്ടെ. അല്ല വേണ്ട, മാറ്റി വെക്കാം. അവിടെ തന്നെ എവിടെ ആയിരുന്നു തരുന്നത്? ഇവിടെ ആയിരുന്നു വെച്ചോണ്ടായിരുന്നു. അവിടെ ഇരിക്കട്ടെ. ഇനി ഫുഡ് ഇതൊക്കെ അവിടെ ഇരിക്കട്ടെ. നമുക്ക് പിന്നെ സ്മെൽറ്റ് ചെയ്യാം, നാളെ സ്മെൽറ്റ് ചെയ്യാം. പിന്നെ ഗൈസ് ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഗൈസ്. അപ്പോൾ ബൈ ബൈ, പ്ലീസ് സപ്പോർട്ട് മീ. നീ എന്തിനാ ഇവിടെ നിൽക്കുന്നത്? വീഡിയോ കഴിഞ്ഞു. ബൈ ബൈ.